നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം കടപ്പത്രത്തിലൂടെ വായ്പയെടുത്തത് 50,000 കോടിയിലധികം രൂപ. നിലവിലെ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിലും അധികമായിട്ടാണ് കടപ്പത്ര ലേലത്തുക കൈപ്പറ്റുന്നത്. അതേസമയം സാമ്പത്തിക വർഷാവസാനം ഒരാഴ്ചത്തെ ചെലവിന് വേണ്ടി കടമെടുത്തത് 6,149 കോടി രൂപയാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഒരു വശത്ത് ധൂർത്ത്, വേണ്ടപ്പെട്ടവർക്ക് ശമ്പള വർധനവ്, വേണ്ടപ്പെട്ടവർക്ക് കുടിശ്ശിക കൊടുത്തു തീർക്കൽ ഒക്കെ കാര്യമായി നടക്കുന്നുണ്ട്. മറുവശത്ത് കടത്തോട് കടം, അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണനായി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുന്നോട്ട് കൊണ്ടുപോകാനായി സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ ശ്രമപ്പെടുന്ന കാര്യം വിവിധ ഘട്ടങ്ങളിലായിട്ട് ജനം ടി വിയാണ് അത് ഏറ്റവും കൂടുതൽ വാർത്ത കൊടുത്തിട്ടുള്ളത്. ഈ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ആവശ്യപ്പെട്ടത് ആദ്യം 30,000 കോടി രൂപയായിരുന്നു. പക്ഷേ 15,390 കോടി രൂപയാണ് കടമെടുക്കാനുള്ള അനുമതി നൽകിയത്. അന്ന് കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനമൊക്കെ സംസ്ഥാനം ഉയർത്തിയിരുന്നു. പിന്നെ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഇവർ ആവശ്യപ്പെട്ട രീതിയിൽ തന്നെ 32,000 കോടിയോളം രൂപ വിവിധ ഘട്ടങ്ങളിലായിട്ട് കടമെടുത്തിരുന്നു. അതിന് പുറമെ തന്നെ ഈ പറയുന്ന പോലെ ഈ വർഷത്തെ സംസ്ഥാന സർക്കാർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാന ഒരു പ്ലാനിംഗ് എന്ന് പറയുന്നത് ഈ വിരമിക്കൽ പ്രായം 1 വയസ്സ് കൂടെ കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു 5,000 കോടി രൂപ ഖജനാവിലേക്ക് നീക്കിയിരിക്കാൻ പറ്റും. പക്ഷേ എന്നിട്ടും സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാനായിട്ട് ശ്രമകരമായിട്ടുള്ള അല്ലെങ്കിൽ പടിപ്പെടേണ്ടി വന്നു. അത് KSEB അതോടൊപ്പം തന്നെ പങ്കാളിത്ത പെൻഷനിൽ ഇടപെടലൊക്കെ നടത്തിയെങ്കിലും KSEB മുൻനിർത്തിക്കൊണ്ട് ഒരു 450-500 കോടി രൂപ ലോൺ എടുത്തുവെങ്കിലും പിന്നീട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഈ പങ്കാളിത്ത പെൻഷനിലെ ഇടപെടലും KSEBയുടെ ഇടപെടലും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 12,000 കോടി രൂപ കടമെടുക്കണമെന്ന് കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. പക്ഷേ അപ്പോഴും കേന്ദ്രം അനുമതി നൽകിയത്. പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ കേന്ദ്രം ഈ 12,000 കോടിയിൽ 6,000 കോടി രൂപ കടമെടുക്കാൻ അനുമതിയും പിന്നീട് സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ പിന്നെയും 6,000 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകിയിരുന്നു. പക്ഷേ ഇതിന് പുറമെയാണ് വിവിധ കടപത്രങ്ങൾ റിസർവ് ബാങ്കിൽ കടപത്ര ലോണുകൾ എടുക്കുന്നത്. കടപത്ര ലോണുകൾ എടുക്കുന്നത് സംസ്ഥാനത്തെ കോർപ്പറേറ്റീവ് മേഖലയുമായിട്ട് ചേർത്തിണക്കിക്കൊണ്ട് ഈ തിരിച്ചടയ്ക്കാവുന്ന വ്യവസ്ഥകളിലാണ് ഇത്തരത്തിൽ കടപത്ര ലോണുകൾ എടുക്കുന്നത്. അത്തരത്തിൽ സംസ്ഥാനം എടുത്ത കടപത്ര ലോണുകൾ എന്ന് പറഞ്ഞാൽ 53,666 കോടി രൂപയാണ്. അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷം മാത്രം സംസ്ഥാനത്തിന്റെ കടപത്ര ലോൺ എന്ന് പറയുന്നത് 53,666 കോടി രൂപയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ഒരാഴ്ച പിന്നിട്ട്, അതായത് 25-ാം തീയതി മുതൽ ഏപ്രിൽ 1-ാം തീയതി വരെ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയും 6,000 കോടി രൂപയുടെ ആവശ്യമുണ്ട്. അത്തരത്തിൽ 6,000 കോടി രൂപയുടെ കടപത്രം 2 ദിവസം മുന്നെയാണ് റിസർവ് ബാങ്കിൽ നിന്നും കടപത്ര ലോൺ എടുത്തത്. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് 27-ാം തീയതി സംസ്ഥാനം വീണ്ടും 990 കോടി രൂപ കടപത്ര ലോണിലൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനം ഈ എടുക്കുന്ന തുകകളൊക്കെ എങ്ങോട്ട് പോകുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഒരു വ്യക്തതയില്ലാത്തത്. കാരണം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 3 മാസത്തേത് ഇപ്പോഴും മുടക്കമുണ്ട്. KSRTCയിലെ പെൻഷൻ ഇപ്പോഴും മുടക്കമുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമ പെൻഷനുകൾ ഇപ്പോഴും മുടങ്ങിക്കിടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ KSRTCയിലെ ശമ്പള വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായി തുക വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക വർഷം മുന്നോട്ട് പോകണമെങ്കിൽ ബില്ലുകൾ മുടങ്ങാതിരിക്കണമെങ്കിൽ ട്രഷറി ഓവർ ഡ്രാഫ്റ്റ് ആവാതിരിക്കണം. പക്ഷേ ട്രഷറിയൊക്കെ ഇത്തവണ 2 തവണ ഓവർ ഡ്രാഫ്റ്റ് ആയി. ഇതൊക്കെ ഈ ഇന്ധന സെസ് അതോടൊപ്പം തന്നെ കോർപ്പറേറ്റീവ് സെസ് തുടങ്ങിയവയൊക്കെ മുൻകൂട്ടി തന്നെ സംസ്ഥാന സർക്കാർ വാങ്ങിയിട്ടുണ്ട്. KSFE പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ അവർ പുറത്ത് നിക്ഷേപിച്ചിരിക്കുന്ന തുകകൾ എത്രയും പെട്ടെന്ന് ട്രഷറിയിലേക്ക് കൊണ്ടുവരാൻ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ ട്രഷറിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകകൾ അടിയന്തരമായി തന്നെ ഈ ട്രഷറിയിലേക്ക് മാറ്റാനായിട്ട്, അത് ബാങ്കുകൾ നൽകിയിരിക്കുന്ന തുക അടിയന്തരമായിട്ട് തന്നെ ട്രഷറിയിലേക്ക് മാറ്റാനായിട്ട് സംസ്ഥാന സർക്കാർ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഒരു വശത്ത് ഈ പറയുന്ന ധൂർത്തിന് ഒരു കുറവുമില്ല, വിദേശയാത്രകൾക്ക് കുറവില്ല, ഇഷ്ടക്കാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് കുറവില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു യോഗ്യതയില്ലാതെ ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് ക്രമാതീതമായി ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം അത്തരത്തിലുള്ള ധൂർത്തുകൾ തുടരുമ്പോഴും സംസ്ഥാനത്തിന്റെ ഇതിങ്ങനെ കടമെടുപ്പ് തുടരുകയാണ്, മറുവശത്ത് ധൂർത്തും നിർബാധം തുടരുന്നു. നോക്കൂ, ഇപ്പോഴെങ്കിലും സംസ്ഥാനം അതിനുള്ളിൽ നിന്നുകൊണ്ട് ഉൽപാദനവും വിഭവ സമാഹരണവും ഒക്കെ നടത്തി ഒരു കൃത്യമായ ദിശയിലേക്ക് പോകാൻ, ഈ കടമൊന്ന് കുറയ്ക്കാൻ, കൂടുതൽ പണം സംസ്ഥാനത്തിനുള്ളിൽ വരാൻ, അതിനൊക്കെ ഒരു ശ്രമമെങ്കിലും നടത്തുന്നുണ്ടോ?
കൃഷ്ണരാജ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തമാശയായിട്ടുള്ള കാര്യം. കാരണം ഈ വിഭവ സമാഹരണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സംസ്ഥാനത്തിന് ഉള്ളിൽ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സംസ്ഥാനത്തെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ളത് 1 ലക്ഷം കോടി രൂപയാണ്. അതായത് പുറത്ത് റിസർവ് ബാങ്കിൻ്റെ കടപത്രത്തിന് പുറമെ എടുത്തേക്കുന്നത് സംസ്ഥാനത്തിന് ഉള്ളിലെ വിവിധ സ്ഥാപനങ്ങൾ നൽകേണ്ടത് 1 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ അവിടെയും കൊടിയ കടമാണ്. ഈ വിഭവ സമാഹരണവും അതോടൊപ്പം തന്നെ ധനവിനിയോഗ നിയന്ത്രണവും ഒന്നും സംസ്ഥാനത്തിന് കാര്യമായ രീതിയിൽ നടത്താൻ സാധിക്കുന്നില്ല. ഇനിയുള്ളൊരു മാർഗം എന്ന് പറയുന്നത് കേന്ദ്രവുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നതാണ്. ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം നമുക്ക് ധനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ പ്രതികരണം കേട്ടാൽ അറിയാം, രാഷ്ട്രീയപരമായിട്ട് മാത്രമേ ഇത്തരത്തിൽ എതിർപ്പുള്ളൂ. അല്ലാത്ത കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരുമായിട്ട് നല്ല രീതിയിലാണ് കൈകോർത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കേന്ദ്രത്തെ ഈ സംസ്ഥാനത്തിൻ്റെ ഈ ധനവിനിയോഗത്തിലുണ്ടാകുന്ന വീഴ്ചയിൽ സംസ്ഥാനത്തിന് ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി കേന്ദ്ര സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കടപ്പത്ര ലോൺ, അതോടൊപ്പം തന്നെ ഇത്തരം ലോണുകളൊക്കെ സംസ്ഥാനത്തിന് എടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് കേന്ദ്രത്തെ ഇനി അധികം പിണക്കാതെ എങ്ങനെയെങ്കിലും ഈ കടമൊക്കെ എടുത്ത് തട്ടി മുട്ടി മുന്നോട്ട് പോകുക എന്ന് മാത്രമാണ് സംസ്ഥാനത്തിന് മുന്നിലെ മാർഗം. ഇനിയിപ്പോൾ അടുത്ത സാമ്പത്തിക വർഷം വരുമ്പോൾ കടപരിധിയായിട്ട് ഒരുപക്ഷെ ആവശ്യപ്പെടാനിരിക്കുന്നത് 40,000 കോടി രൂപയായിരിക്കും. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൽ വലിയ രീതിയിലുള്ള വർധനവ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള വിഭവ സമാഹരണം നടത്തുന്നില്ല, ശരിയായ രീതിയിലുള്ള ധനവിനിയോഗം നടത്തുന്നില്ല, പല പദ്ധതികളും വകമാറ്റി ചിലവഴിക്കുന്നു. ഈ തുക എങ്ങോട്ട് പോയെന്നോ ഒന്നും ഒരു കണക്കുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ലഭിക്കേണ്ട സെസ് പോലും പിടിച്ചെടുക്കാതെ, ലഭിക്കേണ്ട നികുതി പോലും പിടിച്ചെടുക്കാതെ, വ്യക്തമായ റവന്യൂ റിക്കവറി ഇല്ലാതെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം ഇത്തരത്തിൽ കടത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട്, അതായത് അടുത്ത മാസം കടമെടുത്തില്ല എങ്കിൽ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി എന്താണെന്ന് പോലും ഒരു നിശ്ചയമില്ലാത്തൊരു സർക്കാരാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ധനവകുപ്പാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കടപത്രത്തിലൂടെ എടുക്കുന്ന ലോണിൻ്റെ തുകയുടെ അല്ലെങ്കിൽ അത്തരത്തിലെടുക്കുന്ന കടപത്രത്തിലൂടെ എടുക്കുന്ന വായ്പയുടെ തുകയൊക്കെ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ട് 50,000 കോടിക്ക് പുറത്താണ് സംസ്ഥാനം ഈ സാമ്പത്തിക വർഷം കടപത്രത്തിലൂടെ ലോൺ എടുത്തിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്താണ് കേരളം എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ടിൻഡുവിൻ്റെ ഈ വാർത്ത.